ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സോഫ്റ്റ്വെയർ പൈറസി. സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുമ്പോഴത്തേക്കും അതായത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിനെ എന്ത് ചെയ്യുന്നു, മോഷ്ടിക്കുന്ന ഒരു പ്രവണത. ഒരു സോഫ്റ്റ്വെയറിനെ മോഷ്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, അതായത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ സ്റ്റീൽ ചെയ്യുന്നു, മോഷ്ടിക്കുന്നു. അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് ലോയ്ക്ക് കീഴിൽ, കോപ്പിറൈറ്റ് ലോ അനുസരിച്ച് സോഫ്റ്റ്വെയർ പൈറസി ആയിട്ട് കണക്കാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറയുന്നത്. ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ കോപ്പി ചെയ്യുന്നതോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ മോഡിഫൈ ചെയ്യുന്നതോ അതുപോലെ തന്നെ അത് സോൾഡ് ചെയ്യുന്നതോ മീൻസ് വിൽക്കുന്നതോ സോഫ്റ്റ്വെയർ പൈറസി, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ലോയിൽ എന്താണ്, കോപ്പിറൈറ്റ് ലോയിൽ സോഫ്റ്റ്വെയർ പൈറസി ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ, ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ കോപ്പി ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സോഫ്റ്റ്വെയർ പൈറസി ഒക്കർ ചെയ്തു എന്ന് പറയും. എവിടെ? കോപ്പിറൈറ്റ് ലോയുടെ കീഴിൽ. ഓക്കെ, സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോപ്പിറൈറ്റ് ഹോൾഡേഴ്സിനെ പറ്റിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ക്രിയേറ്റീവ് വർക്കിനെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെയിം ഇതിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു. അവിടെയാണ് സോഫ്റ്റ്വെയർ പൈറസി വരുന്നത്. സോഫ്റ്റ്വെയർ പൈറസി ഇല്ലീഗലാണ്, അതായത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതൊരു കേസാണ് സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ അനുമതി ഇല്ലാതെ ആ ഒരു സോഫ്റ്റ്വെയറിനെ കോപ്പി ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ പൈറസിയുടെ കീഴിൽ വരുന്നതാണ്. ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. കാരണം അവിടെ എന്താണ്, കോപ്പി ചെയ്യുന്ന ആൾക്ക് മുടക്കൊന്നുമില്ലല്ലോ. ഈ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആളുടെ കയ്യിലല്ലേ ഈ സോഫ്റ്റ്വെയറിൻ്റെ മുഴുവൻ എഫേർട്സും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. അക്കോർഡിംഗ് ടു ബിസിനസ് സോഫ്റ്റ്വെയർ അലയൻസ്, അതായത് BSA, 36% ഓഫ് ദി സോഫ്റ്റ്വെയർസ്, ഇപ്പോൾ ഉള്ള 36% സോഫ്റ്റ്വെയർസ് മോഷണത്തിനിരയാകുന്നുണ്ട്. ദെൻ 5 മെയിൻ സോഫ്റ്റ്വെയർ പൈറസീസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? കൗണ്ടർ ഫീറ്റിംഗ്, ഇൻ്റർനെറ്റ് പൈറസി, എൻഡ് യൂസർ പൈറസി, ക്ലയൻറ്റ് സെർവർ ഓവർ യൂസ്, ഹാർഡ് ഡിസ്ക് ലോഡിംഗ്. ഇത്രയുമാണ് സോഫ്റ്റ്വെയർ പൈറസിയിൽ 5 സോഫ്റ്റ്വെയർ പൈറസി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് കൗണ്ടർ ഫീറ്റിംഗ്. കൗണ്ടർ ഫീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇല്ലീഗൽ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ആ കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, കോപ്പിറൈറ്റ് ലോ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്ന ആ സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിനെ, ആ ഒറിജിനൽ പ്രൊഡക്റ്റിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതിനെ തന്നെ കോപ്പി ചെയ്യുന്നു. അതായത് കോപ്പിറൈറ്റ് ലോ അനുസരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയറിനെ ഇല്ലീഗലായിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ആ കോപ്പീനെ സെയിൽ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ അതാണ് കൗണ്ടർ ഫീറ്റിങ്ങിൽ പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് പാക്കേജ്ഡ് സോഫ്റ്റ്വെയർ, ഇനി ഒരു പാക്കേജ്ഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ കൗണ്ടർ ഫീറ്റ് കോപ്പീസ് കോമ്പാക്ട് ഡിസ്കിൻ്റെ, അതായത് ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണെങ്കിൽ അതിലൊരു കോമ്പാക്ട് ഡിസ്ക് ഉണ്ടായിരിക്കുമല്ലോ, ആ കോമ്പാക്ട് ഡിസ്കിൻ്റെ എല്ലാ പ്രോഗ്രാംസും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കോപ്പി ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പാക്കേജിങ്ങും മാനുവൽസും ലൈസൻസ് എഗ്രിമെൻറ്റ്സ്, ലേബൽസ്, രജിസ്ട്രേഷൻ കാർഡ്സ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ കോപ്പി ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതാണ് കൗണ്ടർ ഫീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻ്റർനെറ്റ് പൈറസി. ഇൻ്റർനെറ്റ് പൈറസി എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് പൈറസി, അതായത് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആണ്. അതായത് ഇൻ്റർനെറ്റിൽ നിന്നും നമ്മളൊരു സോഫ്റ്റ്വെയറിനെ ഡൗൺലോഡ് ചെയ്യുന്നു. ദെൻ ഒരു ഇൻ്റർനെറ്റിൽ നിന്നും ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലും കോമൺ പർച്ചേസിങ് റൂൾസ് അവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, കോമൺ ഇൻ്റർനെറ്റ് പൈറസി ടെക്നിക്സ് 3 വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? വെബ്സൈറ്റ്സ് ദാറ്റ് മേക്ക് സോഫ്റ്റ്വെയർ അവൈലബിൾ ഫോർ ഫ്രീ ഡൗൺലോഡ് ഓർ ഇൻ എക്സ്ചേഞ്ച് ഫോർ അതേഴ്സ്, അതായത് സോഫ്റ്റ്വെയർസിനെ ഫ്രീ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എന്താ, ലേലം വിളി കേട്ടിട്ടില്ലേ, അതിനെയാണ് നമ്മൾ ഓപ്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇൻ്റർനെറ്റ് ഓപ്ഷൻ സൈറ്റ്സ് അവൈലബിൾ ആണ്. ഔട്ട് ഓഫ് ചാനൽ സോഫ്റ്റ്വെയർസിന് ഇൻ്റർനെറ്റ് ഓപ്ഷൻ സൈറ്റ്സ് അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പിയർ ടു പിയർ നെറ്റ്വർക്ക്സ്, അതായത് പിയർ ടു പിയർ എന്താ, ഒരു സെർവറും ഒരു റിസീവറും ഉണ്ടായിരിക്കും അവിടെ, ഒരു സെൻഡറും ഒരു റിസീവറും. അപ്പം ഇങ്ങനെ പിയർ ടു പിയർ നെറ്റ്വർക്ക്സിൽ കൂടി കോപ്പിറൈറ്റഡ് പ്രോഗ്രാംസിനെ നമ്മൾ
അൺഓതറൈസ്ഡ് ആയിട്ട്, അത് അൺഓതറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അൺഓതറൈസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ഓതറൈസേഷൻ, അതായത് ഒരു എന്താണ്, എത്തിക്കൽ അല്ലാതെ, മീൻസ് ലീഗൽ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കോപ്പിറൈറ്റഡ് പ്രോഗ്രാമിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് എൻഡ് യൂസർ പൈറസി. എൻഡ് യൂസർ പൈറസിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻഡിവിജ്വൽ, ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയറിനെ മേടിച്ചു, ആ സോഫ്റ്റ്വെയറിനെ ഒരു ഓതറൈസേഷൻ, അതായത് കോപ്പിറൈറ്റ് ലെവൽ, എനിക്ക് ഒരു അവകാശമില്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ കോപ്പി ചെയ്യുന്നു, അതിൻ്റെ കോപ്പീനെ റിപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ എന്താണ് അതിൻ്റെ ഓതറൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലീഗൽ റൈറ്റ് ഇല്ലാതെ ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. ദെൻ ഇവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തൊക്കെയാണ് അവിടെ കോപ്പി ചെയ്യുന്നുള്ളത് എന്നാണ് ഇനി പറയുന്നത്. ഒരു അവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും, ഈ എൻഡ് യൂസർ പൈറസിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒരു ലൈസൻസ്ഡ് കോപ്പി ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ ഒരു ലൈസൻസ്ഡ് കോപ്പി ഉണ്ട്, ആ ലൈസൻസ്ഡ് കോപ്പിയുടെ കോപ്പി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറിൽ ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ ഡിസ്കിനെ ഞാൻ കോപ്പി ചെയ്തിട്ട് അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുന്നു. ഒരു കോപ്പി ഞാൻ ഓതറൈസ്ഡ് ആയിട്ട് മേടിച്ചിട്ട് അതിനെ അൺഓതറൈസ്ഡ് ആയിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെൻ അപ്ഗ്രേഡഡ് ഓഫേഴ്സിനെ ഒരു ലീഗൽ കോപ്പി ഇല്ലാതെ തന്നെ നമ്മുടെ കയ്യിലൊരു വേർഷൻ ഉണ്ടല്ലോ, അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ ലീഗൽ കോപ്പിയുടെ അഡ്വാൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലീഗൽ കോപ്പിയുടെ അപ്ഡേഷൻസിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് അക്വയറിങ് അക്കാഡമിക് ഓർ അതർ റെസ്ട്രിക്റ്റഡ് ഓർ നോൺ റീറ്റെയിൽ സോഫ്റ്റ്വെയർ വിത്തൗട്ട് പ്രോപ്പർ ലൈസൻസ്. അതായത് അക്കാഡമിക്കോ അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ, അതായത് നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല, അത് കുറച്ച് ഒഫീഷ്യൽ ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസില്ലേ, അതുപോലെ വിൽക്കാൻ പറ്റാതെ നോൺ റീറ്റെയിൽഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർ ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കുന്നു. ദെൻ സ്വാപ്പിംഗ് ഡിസ്ക് ഇൻ ഓർ ഔട്ട്സൈഡ് ദി വർക്ക് സ്പേസ്. ഇത്രയുമാണ് എൻഡ് യൂസർ പൈറസിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ക്ലയൻറ്റ് സെർവർ ഓവർ യൂസ്. ക്ലയൻറ്റ് സെർവർ ഓവർ യൂസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ കോപ്പി. ഈ ക്ലയൻറ്റ് സെർവർ ഓവർ യൂസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു സെൻട്രൽ കോപ്പി കാണും. ആ സെൻട്രൽ കോപ്പി വെച്ചിട്ട് ഒരുപാട് യൂസേഴ്സ് ആ പ്രോഗ്രാമിനെ ഒരു സമയത്ത് ഉപയോഗിക്കുന്നു. ഒരു കോപ്പിയെ ഒരുപാട് യൂസേഴ്സ് ഒരു സമയത്ത് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ പറയുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഞാനൊരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ലൈസൻസിനെ നമ്മൾ ഓവർ യൂസ് എന്ന് എപ്പോഴാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ നമ്പറിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റിനെ എക്സീഡ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ അതിനെ ഓവർ യൂസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹാർഡ് ഡിസ്ക് ലോഡിങ്. ഹാർഡ് ഡിസ്ക് ലോഡിങ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഇല്ലീഗൽ കോപ്പീസോ ഒരു ഹാർഡ് ഡിസ്കിലോട്ട് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇല്ലീഗൽ കോപ്പീസ് ലോഡ് ചെയ്തിട്ട് ഒരു ന്യൂ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. അങ്ങനെ ആ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ മെഷീനെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് നടക്കുന്നത് എന്താണ്, ഹാർഡ് ഡിസ്കിലേക്ക് നമ്മൾ സോഫ്റ്റ്വെയറിനെ കോപ്പി ചെയ്യുക ചെയ്യുന്നത്. അതും ഇല്ലീഗലാണ്, അതും ഒരു സോഫ്റ്റ്വെയർ പൈറസിയിൽ വരുന്നതാണ്.